ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ കുട്ടിത്തരങ്ങൾ കാണണോ? ആ മോഹൻലാൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒരു പുതിയ സിനിമ വരികയാണത്. മോഹൻലാലിൻ്റെ മകൻ പ്രണവ് അഭിനയിച്ച സിനിമ, പ്രിയദർശൻ്റെ മകൾ കല്യാണി അഭിനയിച്ച സിനിമ, ശ്രീനിവാസൻ്റെ മക്കൾ രണ്ടുപേരും ചേർന്നുള്ള സിനിമ. വർഷങ്ങൾക്ക് ശേഷം ഇതാണ് സിനിമയുടെ പേര്. ഇതൊരു ചെറിയ സിനിമയൊന്നുമല്ല, വലിയ സിനിമ തന്നെയാണ്. രസകരമായ സിനിമ, അതായത് നമ്മുടെ കണക്കനുസരിച്ച് ഒരു ബമ്പർ ഹിറ്റാകാൻ പോകുന്നൊരു സിനിമ. അത് പറയുമ്പോൾ തന്നെ എന്താണ് സിനിമയുടെ ഒരു പ്രത്യേകത? ഇത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് എന്ന് നമുക്ക് പറയേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് എന്താണ്? ഞാൻ ഇവരുടെ രീതികൾ കണ്ടുകൊണ്ട് അവരുടെ ഈ സിനിമ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന ചില അഭിപ്രായങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നൊരു കാര്യം, ഇത് ശ്രീനിവാസൻ ഉൾപ്പെട്ടൊരു കഥ, മോഹൻലാൽ ഉൾപ്പെട്ടൊരു കഥ, നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാർ ഉൾപ്പെട്ടൊരു കഥ. പലരും അങ്ങനെ ആ കാലഘട്ടത്തിൽ മദ്രാസിൽ സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് രക്ഷപ്പെട്ട ഒരു പോർഷൻ ഉണ്ടെന്ന് ആലോചിക്കണം. അവിടെ ഉള്ള ചില സംഭവങ്ങൾ ഒരു കൂട്ടി ഇണക്കിക്കൊണ്ടൊരു സിനിമ ചെയ്യുന്നു എന്നാണ് അറിയുക. അത് രസകരമാണ് കേട്ടോ. കാരണം എനിക്ക് ഇവരൊക്കെ ആദ്യകാല സംഭവങ്ങൾ നേരിട്ട് അറിയാവുന്നത് കൊണ്ട് അവരുടെ വേദനകൾ, തമാശകൾ, ത്യാഗങ്ങൾ, പിന്നെ ഈ ദുഃഖങ്ങളെല്ലാം മറക്കാൻ നാളെ എന്താണ് എന്ന് അന്വേഷിക്കാൻ വൈകിട്ടൊരു കൂടിയൊരു മദ്യപാന സദസ്സ്, ഇതെല്ലാം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് പറയുന്നു. അതിന് ഉദാഹരണമായിട്ടിപ്പോൾ മോഹൻലാലിനെ നമ്മൾ അറിയാം. മോഹൻലാൽ ഇപ്പോൾ ഗൗരവത്തിലേക്കാണ് അഭിനയിക്കെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ ആ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കുട്ടിത്തമാറാത്ത ചിരിയും തലകുത്തി മറിച്ചിലും നിഷ്കളങ്ക ഭാവങ്ങളും ഒക്കെ ഒന്ന് കാണാൻ ഇപ്പോൾ മോഹൻലാലിന് ചെയ്യാൻ പറ്റില്ല, നമ്മൾ നിർബന്ധിക്കാനും പാടില്ല എന്നുള്ളതാണ് അതൊരു കാലഘട്ടം. പക്ഷെ അതിന് പകരം ശരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള മോഹൻലാൽ ഇതാ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, നമ്മൾ അനുഭവിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് അഭിനയിച്ചിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ശരിക്കും മോഹൻലാലിൻ്റെ വേഷഭൂഷാദികൾ, ആ മുടിയൊക്കെ അതേ സ്റ്റൈലിൽ അതേ രീതിയിൽ തന്നെയാണ് ആ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ആലോചിക്കണം. അപ്പം അങ്ങനൊരു കഥാപാത്രം വരുന്നു. പിന്നെ നമ്മൾ ആ ഒരു നായിക ലിസിയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രിയദർശൻ്റെ ഭാര്യയായിരുന്ന ലിസി, പ്രിയദർശൻ കുറേ പടങ്ങൾ അഭിനയിച്ച ലിസി, ആ ലിസിയുടെ അതേ ഡിറ്റോ ആയിട്ടാണ് മകൾ കല്യാണി പ്രദർശനെ അവതരിപ്പിക്കുന്നത്. പിന്നെ ശ്രീനിവാസൻ്റെ കാര്യത്തിലാണെങ്കിൽ ശ്രീനിവാസൻ്റെ ഡിറ്റോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ധ്യാൻ ശ്രീനിവാസൻ എന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, ധ്യാൻ ശ്രീനിവാസൻ ഇതിലെങ്ങനെയാണ്? ആദ്യകാലത്ത് ശ്രീനിവാസൻ മെലിഞ്ഞ ഒരു നടനായിരുന്നു ആലോചിക്കണം. കാരണം സിനിമയെ ഭ്രാന്തി പിടിച്ച് അഭിനയം വിദ്യാഭ്യാസം കൂടുതൽ പൂർത്തിയാക്കാൻ കഴിയാൻ മദ്രാസിലേക്ക് പോയ ഒരു ശ്രീനിവാസനുണ്ട്. അതേപോലുള്ളൊരു കഥാപാത്രമാണ് ധ്യാൻ ചെയ്യുന്നത്. ധ്യാൻ കുറേ ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. കാരണം ധ്യാനക്ക് അത്യാവശ്യം തടിയൊക്കെയുണ്ടല്ലോ. വിവാഹശേഷം മാത്രമല്ല, വിവാഹശേഷത്തിന് ശേഷം കുറേ സിനിമകൾ കിട്ടി, ശരി, വാരിക്കോരി കഴിച്ച് തടിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ധ്യാൻ്റെ ചേട്ടൻ, ആ ശ്രീനിവാസൻ്റെ മകൻ വിനീത് ശ്രീനിവാസനാണ് രജനി സംവിധാനം. പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, നിനക്കിന്നെ റോള് വേണമെങ്കിൽ ഭാരം കുറയ്ക്കണം, മെലിയേണ്ട കാര്യം ആലോചിച്ചപ്പോൾ സുഖഭോഗ വസ്തുക്കൾ ഉപേക്ഷിക്കേണ്ടി വരും, എന്നാലും അത് തയ്യാറായി. അങ്ങനെ കുറേ കിലോ കുറച്ച് ഇപ്പോൾ ഒരു മെലിഞ്ഞ രീതിയിലേക്കാണ് ധ്യാൻ വന്നിരിക്കുന്നത്. അതൊരു സിനിമയ്ക്ക് കിട്ടാവുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പം അങ്ങനെ ശ്രീനിവാസൻ്റെ വീട്ടിലും ശരിക്കും ഡിറ്റോ ശ്രീനിവാസനായി തന്നെയാണ് ഈ ധ്യാനിനെ നമ്മൾ സങ്കല്പിക്കുന്നത്. ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങൾ. പിന്നെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇതിൽ സംസാരിക്കാൻ ഒരു മണ്ടൻ പ്രൊഡ്യൂസറെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന പ്രൊഡ്യൂസർ ശരിക്കും മണ്ടനല്ല. എൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് ആ മണ്ടൻ പ്രൊഡ്യൂസറെ കുറിച്ച് പറഞ്ഞപ്പോൾ തോന്നിയത്, ഇത് സുരേഷ് കുമാർ ആയിരിക്കുമല്ലോ, മേനയുടെ ഹസ്ബൻഡ് സുരേഷ് കുമാർ ആയിരിക്കും. കാരണം ആദ്യകാലത്ത് ഈ പലരെയും സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി ശരിക്കും സുരേഷ് കുമാർ ത്യാഗം സഹിച്ചിട്ടുണ്ട്. തമാശ പറഞ്ഞ ശരിയാണ്, ഇവർക്ക് വേണ്ടി ഓടി നടന്നതൊക്കെ സുരേഷ് കുമാർ തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറെ കാണണം, ഫൈനാൻസറെ കാണണം, ഡിസ്ട്രിബ്യൂട്ടറെ കാണണം, ആരൊക്കെ കാണണമോ അതൊക്കെ കാണാൻ ഓടി നടന്നിരുന്നത് സുരേഷ് കുമാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥ പറയുമ്പോൾ എന്താ,
പ്രിയദർശനെ കൊണ്ടാണ് സുരേഷ് കുമാർ ആദ്യത്തെ ഒരു സിനിമ സംവിധാനം ചെയ്യിച്ചെങ്കിൽ അതിന് മുമ്പൊരു പടം അവർ തുടങ്ങി വെച്ചല്ലോ. മോഹൻലാൽ അഭിനയിക്ക് പടം തുടങ്ങി വെച്ചല്ലോ. ആ പടം തുടങ്ങി വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഷൂട്ടിങ്ങിനും മറ്റു കാര്യങ്ങളുമായി മദ്രാസിൽ ഷൂട്ടുള്ളപ്പോൾ ഇവിടെ സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കരിപുരണ്ട ശരീരവുമായി, അന്ന് അങ്ങനെയാണ്, അന്നത്തെ ട്രെയിനിൻ്റെ രീതിയാണ്, ഈ പുക കരിയൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ ശരീരം വെളുത്ത ഷർട്ടിട്ടവർ അവിടെ കറുത്ത ഡ്രസ്സായി അങ്ങനെയൊക്കെ ചെന്ന് ത്യാഗം സഹിച്ചിട്ടുള്ള സംഭവമുണ്ട്. അവിടെയും ബുദ്ധിപൂർവമായിരുന്നു ഈ പ്രൊഡ്യൂസർ നിന്നിരുന്നത്. പിന്നെ സുരേഷിനെ കുറിച്ച് എപ്പോഴും പറയാവുന്ന കാര്യം, എല്ലാവർക്കും പറഞ്ഞതുപോലെ കൂലി കൊടുക്കാൻ പറ്റുന്നില്ല. കൂലി കൊടുക്കാനുള്ള കൂലിയില്ല. അപ്പോൾ പ്രതിഫലം വളരെ കുറച്ച് നേടുന്ന സുഹൃത്താണ് സുരേഷ് കുമാർ എന്നൊരു പ്രചരണം മാത്രമല്ല, സത്യം തന്നെയാണ്. അങ്ങനെയുള്ള സുരേഷ് കുമാറിനെയാണ് ഇവർ ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമയിൽ ഒരു മണ്ടൻ പ്രൊഡ്യൂസറാക്കി വെച്ചിരിക്കുന്ന രഹസ്യമുണ്ട്. ഇത് പറയുമ്പോൾ രഹസ്യമെന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ക്ലൂ തന്നെയാണ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവർ. പലതും രസകരമായ കുറേ നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്, കുറേ സംഭവങ്ങളുണ്ടെന്ന് ആലോചിക്കണം. മാത്രമല്ല ഈ സിനിമയിൽ മറ്റൊരു പ്രത്യേകത, ഒരു വലിയൊരു താരനിരയുണ്ട്. നിവിൻ പോളി അടക്കമുള്ളവരുണ്ട്, ഇവരുടെ പഴയ സുഹൃത്തുക്കളുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ അങ്ങനെ കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. ആ വന്നിട്ട് ഇവർ ചെയ്തത് എന്താ, ഞങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും മറ്റുമില്ലാത്തൊരു സിനിമ ഒരു ബമ്പർ ഹിറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനു മുൻപ് ഈ വർഷങ്ങൾക്ക് ശേഷം എടുക്കുന്നതിന് മുമ്പ് ഇവരുടെ ഈ ടീം എടുത്തൊരു ഒരു സിനിമയുണ്ടെന്ന് ആലോചിക്കണം, ഹൃദയം എന്ന് പറഞ്ഞത്. ഹൃദയം എന്ന് കേൾക്കുമ്പോൾ നല്ല ഹൃദയം, അത് പലതിൻ്റെയും ഇതായിരിക്കാം, പ്രണയത്തിൻ്റെ സിമ്പിളാണ് ശരിക്ക്. പക്ഷേ അതിലെ പാട്ടുകൾ, അതിലെ ബന്ധങ്ങൾ ആ സിനിമ കൈകാര്യം ചെയ്തില്ലേ, ആൾക്കാർ ഏറ്റെടുത്തില്ലേ. അപ്പം അതിലേക്കാൾ ഉപരിയായി കുറേയും കൂടി സ്റ്റാർ വാല്യൂവായി വിഷയത്തിലേക്ക് കൂടുതൽ കടന്നുകൊണ്ട് അവർ ഈ ടീം പുതിയൊരു സിനിമ കൂടി ചെയ്യുന്നു. ഈ സിനിമ തീർച്ചയായും മലയാള സിനിമയുടെ പുതിയ മുഖം തന്നെയായിരിക്കും. അതിലൂടെ മലയാള സിനിമയുടെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കുറേ സംഭവങ്ങൾ പഴയ ആൾക്കാർക്ക് ആരൊക്കെയാണ് ഇന്നത്തെ കഥാപാത്രങ്ങൾ എന്ന് അറിയുന്ന രീതിയിലായിരിക്കും. ശ്രീനിവാസൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ട് ശ്രീനിവാസൻ്റെ പടങ്ങളിൽ ആദ്യം ശ്രീനിവാസനെ തന്നെയാണ് വിമർശിക്കുക, പരിഹസിക്കുക എന്നാലോചിക്കണം. അപ്പോൾ അത് കേട്ട് മറ്റുള്ളവർ ചിരിക്കണം. ആ രീതിയിലൊരു പ്രസൻറ്റേഷനാണത്. അവരവനെ തന്നെ പരിഹസിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കുക, എന്നിട്ട് അവരുടെ കയ്യിലുള്ള കാശ് വാങ്ങുക, അങ്ങനെ പടം ഹിറ്റാക്കുക. ആ രീതിയിലേക്കാണ് വർഷങ്ങൾക്ക് ശേഷം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതൊരു വൻ വിജയമാകട്ടെ, നല്ല സിനിമയാകട്ടെ, ഇത് കണ്ട് പലർക്കും അത്തരം സിനിമകൾ എടുക്കാനുള്ള ആവേശമുണ്ടാകട്ടെ.